ഇന്നലത്തെ ഇന്ത്യയുടെ തോൽവി സിംബാബ്വേയോട് തോറ്റോണ്ടല്ല. പക്ഷേ ന്യൂസുകളിലും കാര്യങ്ങളിലൊക്കെ എന്താ പറയുന്നത് അറിയോ? വേൾഡ് ചാമ്പ്യൻസിനെ സിംബാബ്വെ ഡിഫീറ്റ് ചെയ്ത് എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വരുന്നത്. സംഭവം ഇന്ത്യയുടെ ഒരു മൂന്നാം കിട ടീമാണ് ഇതിൽ പോയതെങ്കിലും മൂന്നാം കിട എന്ന് പറയാൻ പറ്റില്ല, ഭാവി വാഗ്ദാനങ്ങളിനെയാണ് അങ്ങോട്ട് കയറ്റി വിട്ടിരിക്കുന്നത്. തോൽവിയുടെ പിന്നിൽ BCCI തന്നെ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കാരണം ഒരു രാജ്യത്തിനെ വല്ലാതെ അങ്ങോട്ട് അണ്ടർ റേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ ഏറ്റവും ഭയങ്കര യങ് ആയിട്ടുള്ളൊരു ടീമിനെ അയക്കുമ്പോൾ അതിൽ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്യാപ്റ്റൻസിയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള സഞ്ജു പോലത്തെ ഒരു സീനിയർ താരത്തിനെ ഒരുമാതിരി തേച്ചൊട്ടിച്ച മാതിരി കാണിച്ചിട്ട് പുതിയ ഇന്നലക്കിലത്തെ ചെക്കന്മാരെ ക്യാപ്റ്റനാക്കുമ്പോൾ ആലോചിക്കണം BCCI ഇങ്ങനെ ഒരു തിരിച്ചടി വരുന്നത്. ഈ ഒരു തോൽവി ഞാൻ പറയുമ്പോൾ BCCI ഇരന്ന് വാങ്ങിയതെന്നെ പറയൂ. കാരണം ആ തീരുമാനം ശരിയായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ലിനെ ക്യാപ്റ്റനാക്കിയത്, ഗില്ല് മോശമെന്നല്ല, ഗില്ല് കലക്കം പ്ലെയർ തന്നെയാണ്, ഇന്ത്യയുടെ വാഗ്ദാനമാണ്. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കുറച്ചും കൂടിയൊക്കെ ക്യാപ്റ്റൻസിയിലൊക്കെ കുറച്ചും കൂടിയൊക്കെ വളർന്ന് വരാണ്ട്. IPLലൊക്കെ ക്യാപ്റ്റൻസി ചെയ്യണ്ടല്ലോ, അതൊക്കെ ചെയ്തൊന്ന് വളർന്ന് വരട്ടെ. സഞ്ജു ഓൾറെഡി തെളിയിച്ചതാണ്. പലരും സഞ്ജുവിനെ വാനോളം പുകഴ്ത്തിയതാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു തോൽവി BCCI ചില പാഠങ്ങൾ പഠിക്കട്ടെ എന്നാണ് എനിക്ക് പറയാറുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ഒരു 1-2 മത്സരത്തിനും കൂടി സഞ്ജു കളിക്കില്ല തോന്നുന്നുണ്ട്. അപ്പോൾ സഞ്ജു കളിച്ച് കഴിഞ്ഞാൽ ടീമാണ് ജയിക്കുന്നല്ല, പക്ഷേ ക്യാപ്റ്റൻസി അതിൽ അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും.